മനസ്സിലായല്ലോ. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിന്നും കാഴ്ചകൾ കണ്ടുകൊണ്ട് പ്രശസ്തമായ കിഴക്കേക്കോട്ട അത് പുതുക്കി പണിത വിശാഖ തിരുനാൾ രാമവർമ്മയുടെ RV എന്ന പേര് മുകളിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പൈതൃക സ്മാരകമായി നിലനിൽക്കുന്ന കിഴക്കേക്കോട്ടയുടെ ഉള്ളിലൂടെ നമ്മൾ ശരിക്കുള്ള തിരുവനന്തപുരം സിറ്റിയുടെ ഉൾഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരനതിൽ വലിയൊരു പുതുമയെന്ന് തോന്നത്തില്ല. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് അല്ലെങ്കിൽ ഇവിടെ താമസിച്ച് ഇവിടെ സഞ്ചാരിയായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരാൾക്ക് ഇത് വളരെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര മനോഹരമായ ഒരു ഫീൽ, അത് ഓരോരുത്തരുടെയും ആ ജന്മസ്ഥലം വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. അതുപോലെ പ്രശസ്തമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പുതുക്കി പണിത് ഇപ്പോൾ വളരെ മനോഹരമാക്കിയ ഒരു പുതിയൊരു ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഇപ്പോഴുള്ള അതിൻ്റെ പണി എന്ന് പറയുന്നത്. തമിഴ്നാട് മദ്രാസ് റെജിമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ശരിക്കും ഇപ്പോഴും പട്ടാളക്കാരുടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക പൈതൃക കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. നമ്മളിവിടെ നിന്നും നമ്മുടെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ പുത്തരിക്കണ്ടം മൈതാനം അതിവിടെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നേരെ നമ്മളിപ്പോൾ ഓവർ ബ്രിഡ്ജിലൂടെ മുകളിലേക്ക് പോവുകയാണ്. ഈ പാലവും ഇവിടുത്തെ നമ്മുടെ നഗരം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത് പാർക്കിംഗ് സൗകര്യം, അതുപോലെ തന്നെ റോഡുകളുടെ നവീകരണത്തിലുണ്ടായ പാളിച്ചകൾ തുടങ്ങിയവയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നിരുന്നാലും ഉള്ള പരിമിതിക്കുള്ളിൽ സന്തോഷമായി പോകുന്ന ഒരു രീതിയാണ് തിരുവനന്തപുരത്തുകാർക്കുള്ളത്. ഒരു കേരള തലസ്ഥാനം എന്ന നിലയിൽ ഒരു അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചു വരുന്ന ഈ ഒരു നഗരം ഇനി വരും കാലങ്ങളിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു നല്ലൊരു വികസനം വന്ന് ഇതിൻ്റെ കാഴ്ച തന്നെ മുഴുവൻ മാറുന്ന തരത്തിൽ വരുന്നതിനുള്ള പല പദ്ധതികളും കടലാസിലുണ്ടെങ്കിലും അവയൊക്കെ എപ്പോഴാണ് പൂർത്തിയായി വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരുപാട് മാറ്റം ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഈ നഗരത്തിന് ഉണ്ടായിട്ടുണ്ട്. 10 വർഷം മുമ്പ് നഗരത്തിലേക്ക് വന്ന ഒരാൾ കാണുന്ന ഒരു രൂപമല്ല ഇന്ന് തിരുവനന്തപുരത്തെ ഈ നഗരത്തിൻ്റെ ഒരു അവസ്ഥ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലുതും ചെറുതുമായ ധാരാളം കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളും കച്ചവടം, അതുപോലെ ഹോട്ടൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, നിരവധി പുതിയ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ഓരോ കോണിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയൊക്കെ ശരിക്കും അറിയുക എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തമ്പാനൂർ ഭാഗത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് വരുന്ന എല്ലാവരെയും കണക്ട് ചെയ്യുന്ന, തിരുവനന്തപുരവുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ നമ്മുടെ KSRTCയുടെ ബസ് സ്റ്റാൻഡ് എന്നിവയൊക്കെ ഈ ഭാഗത്താണുള്ളത്. തമ്പാനൂരിൽ നിന്ന് തുടങ്ങുന്ന യാത്ര നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുവാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്തെ കോളടക്കം സൃഷ്ടിച്ച പല സിനിമകളുടെയും ആസ്ഥാനമായിരുന്ന ശ്രീകുമാർ ശ്രീവിശാഖ തിയേറ്റർ, അതിൻ്റെ ഉടമ സുബ്രഹ്മണ്യ മുതലാളിയുടെ മരണവും ഈ അടുത്ത കാലത്തുണ്ടായി. തിയേറ്ററുകൾ തുറക്കുന്നതും കാത്ത് ആരാധകർ കാത്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക തിയേറ്ററുകൾ ഇപ്പോൾ ഈ കാണുന്ന തമ്പാനൂരിലെ മനോഹരമായ ആധുനിക രീതിയിലുള്ള ഈ ബസ് ടെർമിനലിൻ്റെ ഉള്ളിലുമുണ്ട് ഒരു 4 തിയേറ്റർ. ലെനിൻ സിനിമാസ് എന്ന് പറയും, അതുമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് 3-4 സ്ക്രീന് ഉള്ളതായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അതിനകത്ത് കയറിയിട്ടില്ല. ബാക്കി എല്ലാ തിയേറ്ററിലും കയറി, പക്ഷെ ഇവിടെ മാത്രം കയറാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ഈ RT ഓഫീസ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ സംബന്ധമായ എന്തെങ്കിലും ഇതൊക്കെ അടയ്ക്കാനൊക്കെ വരുമ്പോൾ അത് കണ്ടിട്ടുണ്ട്. ഇതാണ് പൊന്നറ പാർക്ക്. അതായത് നമ്മുടെ പഴയ മേയറായിരുന്ന പൊന്നറ ശ്രീധർ
അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി എൻ്റെ ഓർമ്മയിൽ ഇതും കൂട്ടി ഞാൻ എപ്പോൾ ഇതിൽ വന്നാലും ഒരു പണിതീരാത്ത വീടാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും പണിയായിരിക്കും. ഓരോ ഡിസൈനേഴ്സ് വരുമ്പോഴും നഗരാസൂത്രണത്തിൻ്റെ പേരിൽ പൊളിച്ച് പണിയുക എന്നുള്ളതൊരു വിനോദമാണ്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി എന്തോ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ കാണാം നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആയിരം എന്ന് പറയാൻ പറ്റില്ല, ജീവിതങ്ങൾ പലതും തുടങ്ങിയതും ഒടുങ്ങുന്നതും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയനാഡിയായിട്ട് നമുക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇന്ത്യയിലെമ്പാടും ജനങ്ങളെ പമ്പ് ചെയ്യുന്ന അവരുടെ ഒരു യാത്രാ കേന്ദ്രം, വളരെ പ്രശസ്തമായ ആ വിക്ടോറിയൻസ് രീതിയിലുള്ള നിർമ്മിതിയും ഉള്ള നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ചുറ്റി ഈ ഫ്രെയിം നമ്മുടെ KSRTC ഫ്രെയിം പക്ഷെ നല്ല കിടിലൊരു സംഭവം. ഇതിപ്പോൾ നിങ്ങൾക്ക് KSRTCയുടെ നമ്മുടെ ഒരു നല്ലൊരു വ്യൂ ഈ ബസ് ടെർമിനൽ. ഇതിനുള്ളിൽ നമുക്ക് വാഹനം മുകളിൽ വരെ എത്തിക്കുവാനുള്ള സൗകര്യവും പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ സിനിമാ തിയേറ്റർ ഉണ്ട്. മറ്റൊരുപാട് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളൊക്കെ ഇവിടേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് പൂർണ്ണമായി ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല. നമ്മളിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് പറഞ്ഞല്ലോ, തിരിച്ചു പോകുമ്പോൾ ഇന്ത്യ വികാരമാണല്ലേ. അതെ, റൗണ്ട് പറയാൻ വിട്ടുപോയ ഒരു സാധനമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. അതിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കൊറോണയ്ക്ക് ശേഷം എന്താണെന്ന് നമുക്കറിയില്ല. തിരുവനന്തപുരത്തെ ആദ്യത്തെ ഒരു അത്ഭുത ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് ലാറി ബേക്കറിൻ്റെ ഒരു പ്രത്യേകത രീതിയിലുള്ള കെട്ടിട നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച ഈ ഒരു കെട്ടിടം ഇത്രയും ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും വർഷമായിട്ട് പോലും അതിന് യാതൊരു കേടുപാടുമില്ലാതെ വളരെ പ്രശസ്തമായ ആ ഇന്ത്യൻ കോഫി ഹൗസ് അതിപ്പോഴും ഓപ്പണിംഗ് ആണ്. എങ്കിലും കൊറോണയുടെ നിയന്ത്രണങ്ങൾ കാരണം ഒരുപാട് പരിമിതികളുണ്ട്. ഈ കോഫി ഹൗസുകൾ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കാരണം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി കോഫി ഹൗസുകളുണ്ട്. ഈ കോഫി ഹൗസുകളിൽ നിന്നാണ് പല പ്രശസ്തരും അവരുടെ ആശയങ്ങൾ, കഥകൾ, മോഹൻലാൽ എല്ലാവരും ഇവിടുന്ന് ഈ പറയുന്ന കോഫി ഹൗസിന്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങിയത് ആ ചർച്ചകൾക്കായി. ഇന്നും അതേ സൗകര്യം അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കോഫി ഹൗസിലെ ജീവനക്കാർ ആ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലാണ്, ഇത് എന്തോ രാജാക്കന്മാരൊക്കെ നടത്തുന്ന ഹോട്ടലാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയല്ല, അവരെല്ലാം ഒരു സഹകരണ സംഘത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഇപ്പോഴും കോഫി ഹൗസിലെ എന്തായാലും ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും കോഫി ഹൗസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അവിടുത്തെ ബീറ്റ്റൂട്ട്. അത് പോയവരെല്ലാരും പറയുന്ന ഒരു സംഭവമാണ്. എന്ത് കറിയുടെയും എന്ത് സംഭവത്തിലും ഒരു ചായ ചോദിച്ചാലും ബീറ്റ്റൂട്ട് ഒരു വിഭവം അവിടെ കൊണ്ടുവരും. കോഫി ഹൗസിന്റെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെ നമ്മളത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രശസ്തമായ പഴയ സഹകരണ സർവീസ് ബാങ്കും അങ്ങനെയുള്ള സംഭവങ്ങളും LIC ഒക്കെ നമ്മുടെ ഈ MG റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ വലതുഭാഗത്താണ് ചരിത്ര പ്രസിദ്ധമായ SMV ഹൈസ്കൂൾ. ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം നൽകിയ തിരുവനന്തപുരത്തിലെ ആ SMV ഹൈസ്കൂൾ വലത് ഭാഗത്തുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സമീപകാലത്ത് അറിഞ്ഞ ഒന്നാണല്ലോ പോത്തീസിലെ കോവിഡ് തിരക്ക് കാരണം വന്ന വൈറലായ ഒരു വീഡിയോ കാരണം പോത്തീസ് അടച്ചു കൂട്ടേണ്ടി വന്നു. ആ പോത്തീസാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. പോത്തീസിന്റെ അടുത്തേക്ക് ജോസ്കോ ഉണ്ട്, അതുപോലെ കല്യാൺ ജുവലേഴ്സ്. ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഒരു കഴിഞ്ഞ 10 വർഷത്തിന് ഇപ്പുറം ഈ ഒരു റോഡിൽ വന്നതാണെന്ന് കൂടി ഒരു പ്രത്യേകതയുണ്ട്. വളരെ അമ്പരചുംബികളായ രീതിയിലുള്ള കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളൊക്കെ മോഡിഫൈ ചെയ്തപ്പോൾ പുതുമയുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ MG റോഡിലൂടെയുള്ള ഒരു യാത്ര ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു മനോഹാരിത കാണണമെങ്കിൽ രാത്രി കാലത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ശരിക്കൊരു വിഷ്വൽ ബ്യൂട്ടി ഈ ഭാഗത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നേരെ പോകുന്ന സെക്രട്ടേറിയറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ശരിക്കും തിരുവിതാംകൂറിൻ്റെ പഴയ രാജഭരണകാലത്ത് സൃഷ്ടിച്ച അതേ റോഡുകളും അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ഷനൊക്കെ
ശരിക്കും നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു രാജ്യം പോലെ, തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു രാജ്യമാക്കുന്ന തരത്തിൽ അന്നത്തെ ദിവാൻമാർ പ്രത്യേകം മുൻകൈയെടുത്ത് തുറമുഖം, അതുപോലെ എയർപോർട്ട്, എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് അന്ന് കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ ഈ തിരുവിതാംകൂറിനെ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ലയിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. എന്നിരുന്നാലും ഒരു ശരിക്കും പറഞ്ഞാൽ ഈ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സുണ്ട്. അത് തിരുവനന്തപുരത്തുകാരുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. പൊതുവെ തിരുവനന്തപുരത്തുകാരെ കുറിച്ച് മറ്റൊരു തരത്തിൽ പുറമെ പറയുന്നുണ്ടെങ്കിലും ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലതരത്തിലുള്ള സംസ്കാരങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും ഒരു മതസൗഹാർദ്ദം പോലെ അതിനെ കാത്തു സൂക്ഷിക്കുവാനും ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, തിരുവനന്തപുരത്തുകാർ അതിനെ വളരെ സംയമനത്തോടെ തന്നെ കാണുന്ന ഒരു രീതിയിലാണ് ഇത് കാണുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡ് എന്ന് പറയുന്നത് ഈ ഭരണസിരാ കേന്ദ്രം വഴിയുള്ള, അതായത് നമ്മുടെ മിക്കവാറും എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും പ്രധാനപ്പെട്ട ഓഫീസ് ഈ ഭാഗത്തായതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം ഒരു 5-5:30 മണി വരെ അല്ലെങ്കിൽ ഒരു 6 മണി വരെയുള്ള അതികഠിനമായ തിരക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാവരും നഗരം വിട്ടു മാറുകയും എല്ലാം അവരുടെ താവളങ്ങളിലേക്ക് പോവുകയും പിന്നീട് നഗരം വളരെ ശൂന്യമായ അതായത് രാത്രി ഉറങ്ങുന്ന നഗരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റു മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം ഉറക്കമില്ലാത്ത നഗരങ്ങളാണ്. ഇവിടെ ഒരു നൈറ്റ് ലൈഫ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭൂരിഭാഗവും ഇവിടെ വന്നണഞ്ഞ് അവരുടെ ജീവിത ഉപാധി കഴിഞ്ഞിട്ട് തിരികെ പോകുന്ന ഒരു രീതിയിലാണ്. പക്ഷെ നമുക്ക് ആ ഒരു കൾച്ചർ, നൈറ്റ് ലൈഫ് കൾച്ചർ ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ഭാഗത്ത് ടെക്നോ പാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള IT കമ്പനീസും ഒക്കെ വന്നതിന് ശേഷം അവിടെയൊക്കെ അത്രയ്ക്കുള്ള തിരക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു തിരക്കില്ല. കാരണം ഇവിടെ പൂർണ്ണമായും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഓഫീസുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്മൾ ചുറ്റും ഒരു 5 കിലോമീറ്ററിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ പ്രധാന സംഭവങ്ങളെല്ലാം അതിനുള്ളിൽ തന്നെ അടങ്ങിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ശരിക്കും കേരളത്തിൻ്റെ പ്രകൃതി രമണീയത ആസ്വദിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗ്രാമപ്രദേശങ്ങളും പഞ്ചായത്തുകളും ഒക്കെയാണ് അതിനുശേഷം ശരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് പഴയ ഹജൂർ കച്ചേരി. ഈ ഹജൂർ കച്ചേരി നിർമ്മിച്ച മാധവറാവുവിൻ്റെ ദിവാനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഇതിൻ്റെ മുൻവശത്തുണ്ട്. അതുപോലെ തന്നെ മാധവറാവു, വേലുത്തമ്പി ദളവ എല്ലാവരുടെയും പ്രതിമകൾ ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും കണക്ക് കുത്തൽ നമ്മൾ ഈ അവസാനം കഴുത്തിന് കുത്തിപ്പിടിക്കുക എന്നൊക്കെ പറയല്ലോ ഈ കണക്ക് നോക്കുമ്പോൾ, ആ സ്ഥാപനമായ AG's ഓഫീസ് ഇവിടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ AG's ഓഫീസിലാണ് ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന മാധ്യമങ്ങളുടെ ഓഡിറ്റിങ്ങും പരിപാടികളൊക്കെ നടക്കുന്ന AG's ഓഫീസുണ്ട്. ഇരുവശത്തും IMCA, മുത്തൂറ്റ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, അതുപോലെ സൗത്ത് പാർക്ക് ഹോട്ടൽ, യൂണിവേഴ്സിറ്റി കോളേജ് ഒക്കെ ഈ റോഡിൽ ഇങ്ങനെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രത്യേക, നമുക്ക് ശരിക്കും തിരുവനന്തപുരത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ആവശ്യമായി തിരുവനന്തപുരത്ത് വരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്തടുത്ത് തന്നെ എല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദൂരം പോകാതെ തന്നെ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ, അതിപ്രശസ്തമായ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്തു കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. വലതു ഭാഗത്ത് നമുക്കിവിടെ VJT ഹാളുണ്ട്. VJT ഹാളിൽ ഇപ്പോൾ അയ്യങ്കാളി സ്മാരക ഹാൾ എന്നാണ് ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്ത് കുന്നുകുഴി എന്ന ഭാഗത്തേക്ക് ലോ കോളേജിൻ്റെ ജംഗ്ഷനിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഞാൻ നിർമ്മിച്ച ഒരു ബാലഭാസ്കറിൻ്റെ ഒരു പ്രതിമ ഉള്ളത്. അപ്പോൾ കിരൺ എന്നെ ഈ വ്ളോഗിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടാ ശില്പി ആയതുകൊണ്ട് നിങ്ങളുടെ ആ ശില്പവും കൂടി ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതെ, നമ്മളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്തെത്തി. നമ്മുടെ കുമാരനാശാൻ സ്ക്വയർ, മഹാകവി അങ്ങനെ കയ്യും ചൂണ്ടി മാനത്ത് നോക്കി നിൽപ്പുണ്ട്. തൊട്ട് പിന്നിൽ നമ്മുടെ എല്ലാ കോളേജുകളും നിയന്ത്രിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരം, അത് ചുറ്റിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നത്. അതെ, ഈ കാണുന്നത് MLA ഹോസ്റ്റൽ. നമ്മുടെ നിയമസഭാ സാമാജികരുടെ എല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്ക് എല്ലാവരും ഇവിടെ വരികയും ചെയ്യും.
എങ്കിലും പല സമയത്തും അവരെ തിരക്കി വന്നപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെയാണ് താമസിച്ചതെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്പീക്കർ കർശന നിർദ്ദേശം കൊടുത്ത് എല്ലാവരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് അങ്ങനെ MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഭരണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലൂടെയാണ്, ചുറ്റുവശത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു വശം നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇത് നമുക്കിവിടെ ഒരു പള്ളിയുണ്ട് ഈ ഭാഗത്ത്, വളരെ പുരാതനമായ പാരമ്പര്യമുള്ള പള്ളിയുടെ ഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ആ നിയമസഭാ മന്ദിരത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചാനലുകളിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്ന നിയമസഭയുടെ മുൻവശം. നമുക്ക് അതിനുള്ളിൽ പ്രവേശനമുണ്ട്, പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് അതിനുള്ളിലേക്ക് എല്ലാവർക്കും കാണാവുന്നുള്ള സാധ്യതയുണ്ട്. ഇത് പാളയത്തെ പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രം, അത് ഈ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. മസ്കറ്റ് ഹോട്ടൽ, അതെ, മസ്കറ്റ് ഹോട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രെയിമിൽ കാണാം. നമ്മളിപ്പോൾ LMS ചർച്ചിൻ്റെ മുൻവശത്തോടു കൂടെ മ്യൂസിയത്തേക്ക് പോവുകയാണ്. മ്യൂസിയം ഭാഗത്താണ് നമ്മുടെ യാത്ര. അതെ, ഈ വ്ലോഗ് അവസാനിക്കുന്നത് മ്യൂസിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ മ്യൂസിയം കൂടി നമ്മൾ അതെ, മ്യൂസിയം കൂടി പരിചയപ്പെടുത്തുന്നു. പക്ഷേ ഒരു പ്രത്യേക കാര്യം, മ്യൂസിയം മാത്രം ചെയ്യാനായിട്ട് ഒരു ദിവസം വേണ്ടി വരും. അത്രയ്ക്കുണ്ട് കാണാൻ. 2 ദിവസം അത്രയ്ക്ക് റിസ്ക് ഉള്ള, അത്രയ്ക്ക് കാണുവാനുള്ള കാഴ്ചകൾ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇനി ആരെങ്കിലും മ്യൂസിയം കാണാൻ വരികയാണെങ്കിൽ മ്യൂസിയം മാത്രമായിട്ട് കാണരുത്. അതിൻ്റെ ചുറ്റും ശ്രീചിത്ര ആർട്ട് ഗാലറി, നേപ്പിയർ മ്യൂസിയം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ഒരു 3D പാർക്ക്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി കാണണം. അതുകൂടി കണ്ടാലേ ശരിക്കും നിങ്ങൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു മ്യൂസിയം മുതലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും. നമ്മൾ മൃഗങ്ങൾ മാത്രമല്ല, രാജാരവിവർമ്മയൊക്കെ വരച്ച ഒറിജിനൽ ഹംസോ ദമയന്തി കോടിക്കണക്കിന് രൂപ വില വരുന്നതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഇവിടെ ശ്രീചിത്ര ആർട്ട് ഗാലറിയിലാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന ഒന്നാണ്. അങ്ങനെ മ്യൂസിയത്തെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ രാജവീതിയാണ് ശരിക്കും മ്യൂസിയം. ഈ കവടിയാർ, വെള്ളയമ്പലം ഈ ഭാഗത്തുള്ള ഈ റോഡുകൾ അത്രയ്ക്ക് വളരെ മനോഹരമായി പ്ലാനോടുകൂടി ഡിസൈൻ ചെയ്ത ഭാഗമാണ്. പക്ഷേ ഈ ഒരു ഭംഗി നമ്മുടെ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തുമില്ല. കാരണം മറ്റു പല ഭാഗങ്ങളിലും പിന്നീട് നൽകിയ വികസനങ്ങൾ കാരണം അതിൻ്റെ പൊലിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മനോഹരമായും വളരെ വൃത്തിയായും, കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഇവിടെ വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് നഗരത്തിൻ്റെ പച്ചപ്പാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു പച്ചപ്പ്, മരങ്ങളെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന വികസനങ്ങൾക്കൊന്നും അതിലൊന്നും പരിസ്ഥിതിക്കൊരു പ്രാധാന്യം നൽകുന്നില്ല. നമുക്ക് ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അവിടെ വെട്ടി നിരത്തേണ്ട മരങ്ങളുടെ ലിസ്റ്റാണ് ആദ്യം തയ്യാറാക്കുന്നത്. പക്ഷേ ഈ പഴയ കാലത്ത് ഒരു റോഡ് വെക്കുമ്പോൾ, അല്ലെങ്കിൽ റോഡ് സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിന് ചുറ്റും ഏതൊക്കെ മരങ്ങൾ വേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ഇവിടെ ഒരു ട്രീ വാക്ക്, അതിൽ പ്രകൃതി സംരക്ഷണം ചെയ്യുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഈ തിരുവനന്തപുരത്ത് പ്രശസ്തമായ എല്ലാ റോഡരികളുള്ള മരങ്ങളിൽ ആ മരങ്ങളുടെ പേരും അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ ലേബൽ ചെയ്ത് വയ്ക്കുമായിരുന്നു. ഇപ്പോഴതൊന്നും കാണാനില്ല. കാരണം ഈ ഫ്ലക്സും കൊടിതോരണവും കാരണം അവരിതെല്ലാം കൂടി വലിച്ചു പറിച്ച് കളയും. അപ്പോൾ നമ്മൾ നമുക്ക് കവടിയാർ രാജവീതികളൊന്ന് കാണിച്ചിട്ട്, അപ്പൊ ഇത്രയും നമ്മൾ വന്ന സ്ഥിതിക്ക് ആ രാജവീതികളിലൂടെ കാണിച്ചില്ലെങ്കിൽ അതൊരു അതെ. അപ്പോൾ നമ്മളിപ്പോൾ കനകക്കുന്ന് പാലസിന്റെ വശത്തുകൂടി പോവുകയാണ്. ഇത്രയും വന്ന സ്ഥിതിക്ക് നമുക്ക് കവടിയാർ രാജവീതിയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. നമ്മുടെ ഗവർണർ, ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ തലവൻ, അദ്ദേഹത്തിന്റെ രാജ്ഭവൻ, അതുപോലെ ഇപ്പോഴും രാജകുടുംബം താമസിക്കുന്ന കവടിയാർ കൊട്ടാരം, അതൊക്കെ ആ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കെൽട്രോണിൻ്റെ മുമ്പിലാണ്. CDAC, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ സർക്കാരിൻ്റെ പല ഗവേഷണങ്ങളും നടക്കുന്ന സ്ഥാപനമാണ് ഈ ഭാഗത്ത്, ഈ മതിൽ കെട്ടിനുള്ളിൽ കാണപ്പെടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും വലതുഭാഗത്തേക്ക് വഴുതക്കാടും, മുന്നോട്ട് പോകുന്നത്, നേരെ പോകുന്നത് ശാസ്തമംഗലവുമാണ്. പിന്നീട് നഗരം പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിഞ്ഞു പോകുന്നു. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഒരു രാജവീതിയായ ഈ കവടിയാർ ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്കിവിടെ ബിഷപ്പ് ഹൗസ് ഇവിടെ കാണാം. നമ്മുടെ ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന മന്ദിരമായ ബിഷപ്പ് ഹൗസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ രാജവീതിയിലേക്ക് ഇതാണ് ശരിക്കുള്ള, അപ്പോൾ കാണാത്തവർ, തിരുവനന്തപുരം കാണാൻ ആഗ്രഹിക്കുന്നവർ
കണ്ടുകൊള്ളുക. നമ്മുടെ ഗവർണറുടെ ശരിക്കുള്ള രാജവീതി ഇതാണ്. നമ്മുടെ ഇപ്പോഴത്തെ രാജാവെന്ന് പറയുന്ന ഗവർണറുടെ രാജ്ഭവൻ ഈ ഭാഗത്തായിട്ട് കാണാം. നമ്മുടെ സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രാജ്ഭവൻ. ഇപ്പോഴത്തെ രാജാവെന്നൊന്നും പറയല്ലേ, ഇപ്പോഴത്തെ രാജാവെന്ന് പറയുമ്പോൾ അതൊരു ലിറ്ററലി ആണ്. ഇപ്പോഴത്തെ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ലോഗ് ആരടാ ചെയ്തെന്ന് പറഞ്ഞുള്ള തെരുവിളി. ഇതാണ് രാജ്ഭവൻ. അങ്ങനെ രാജ്ഭവന്റെ മതിൽക്കെട്ട് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്തേക്ക് പോയാൽ ഏത് നിമിഷവും വെടിയുതിർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാണ് ശരിക്കുള്ള രാജവീതി. നമ്മുടെ ശരിക്കും ഈ കവടിയാർ റോഡിന്റെ ആ ഒരു വിഷ്വൽ എടുക്കുമ്പോഴാണ് ശരിക്കും ആ തിരുവനന്തപുരത്തിന്റെ ഒരു ഭംഗി നന്നായിട്ട് കിട്ടുന്നത്. ഈ ഒരു ശരിക്കുള്ള പച്ചപ്പാണ്. ഇന്ന് വരെ ഇവിടെ അധികം മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല. ആ മരങ്ങളെയൊക്കെ നന്നായിട്ട് സംരക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു റോഡാണ്. പക്ഷേ വേറൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ബൈക്ക് റേസേഴ്സ്, കാർ റേസേഴ്സിന്റെ മത്സര ഓട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിക്കുക, രാത്രി കാലങ്ങളിലൊക്കെ ഈ ഭാഗത്ത് വളരെ സൂക്ഷിച്ചു വേണം വരേണ്ടത്. ഇപ്പൊ കുറെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഒരുപാട് മരണം ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ വണ്ടികൾ പാഞ്ഞു പോയിരിക്കും. മത്സരമാണ്. അപ്പോൾ കാരണം അത്രയ്ക്ക് പോകാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. അത് കണ്ടു കഴിഞ്ഞാൽ വണ്ടിയിൽ പോകുന്നവർക്കൊന്ന് ഫാസ്റ്റിൽ പോകാൻ തോന്നും. ആ ഒരു സ്ഥലമാണ് ഈ രാജവീതി എന്ന് പറയുന്നത്. നമ്മൾ നന്ദൻകോട് ഭാഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ നഗരത്തിന്റെ ഈ ഒരു വീതിയിൽ ഇടതുവശത്ത് സാൽവേഷൻ ആർമിയുടെ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ, പഴയ കാലത്ത് രാജഭരണകാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കരമൊഴിവായി പതിച്ചു നൽകി അവർ നിർമ്മിച്ച ആസ്ഥാന മന്ദിരങ്ങൾ ഈ ഭാഗത്ത് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ശരിക്കുള്ള കവടിയാർ പാലസിന്റെ മുൻവശത്ത് ജംഗ്ഷനിലുണ്ട്. ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് ഓപ്പൺ ചെയ്ത വിവേകാനന്ദ സ്മാരകമാണ് നിങ്ങൾ ഈ ഭാഗത്ത് ഇപ്പോൾ കാണുന്നത്. അത് നല്ലൊരു നഗരസഭയുടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു പാർക്കാണ്. സായാഹ്നങ്ങൾ നമുക്ക് ചിലവഴിക്കാനും ഇവിടെ വന്നിരുന്ന് ചർച്ചകൾ നടത്തുവാനൊക്കെ ഉള്ള വളരെ ശാന്തസുന്ദരമായിട്ടുള്ള മനോഹരമായ ഒരു പാർക്ക് എന്ന് പറയാവുന്ന അപൂർവം പാർക്കുകളിലൊന്നാണ് ഈ വിവേകാനന്ദ പാർക്ക്. ഇപ്പോൾ ഇവിടെ അതെ, കവടിയാർ രാജകൊട്ടാരമാണ് ഇപ്പോൾ ഈ വലതു ഭാഗത്ത് കാണുന്നത്. അപ്പോൾ രാജേട്ടാ വളരെ വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു ഞാൻ നൈറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു പകൽ വെളിച്ചത്തിൽ നല്ലൊരു കവർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തായാലും സാധിച്ചു. അതിനപ്പുറത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നറേറ്റ് ചെയ്തു, വളരെ നല്ല രീതിയിൽ തന്നെ. എനിക്ക് തോന്നുന്നു 22 മിനിറ്റോളം എന്താ പറയുക ഇടതടവില്ലാതെ തന്നെ സംസാരിച്ചോണ്ടിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച ഇടയ്ക്ക് കട്ട്ഷോട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നതെന്ന് വിചാരിച്ചു. 22 മിനിറ്റോളം എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒരു വാക്ക് ഒരു സെന്റൻസ് ഒക്കെ പറയുന്നതാണ് ബുദ്ധിമുട്ടാറുണ്ട്. അതെ പ്രേക്ഷകരുടെ, ഞാൻ കുറെ നാള് ട്യൂട്ടോറിയൽ ഫീൽഡിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് കിട്ടിയതാണ് ഈ വാചകമടി. അപ്പൊ അത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കിട്ടിയ ഒരു ട്രെയിനിങ് ആണ്. അതുകൊണ്ട് വലിയ ഉപകാരം അന്ന് ഉണ്ടായില്ലെങ്കിലും പക്ഷെ ഇപ്പോൾ ഈ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് പോകാൻ അല്ല, അത് വളരെ വേണം. അങ്ങനെ ഒരു സംഭവം വേണം. നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം പൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചേട്ടനാണ്. ട്രിവാൻഡ്രം പൾസ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ അവിടെ കയറിയിട്ട് എന്താണ് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തിട്ട് ട്രിവാൻഡ്രം പൾസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് അവിടെ എത്തുക എന്നുള്ളതാണ് പറയുന്നത്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തിരുവനന്തപുരത്തിന്റെ കുറെ കാഴ്ചകൾ, കാണാൻ കാഴ്ചകളും കുറെ ചരിത്രമൊക്കെ ഉള്ള ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതും കൂടി സന്ദർശിക്കാൻ നമുക്ക് അവിടെ കാണാം. അപ്പോൾ എന്തായാലും കിരണിനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ട് നമ്മൾ സാറിന് യൂട്യൂബേഴ്സ് തമ്മിലുണ്ടാകുന്ന ഒരു കൊളാബറേഷനുണ്ട്. അത് യൂട്യൂബേഴ്സ് വളരെ സൗഹാർദ്ദപരമായിട്ട് രണ്ടുപേർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ കൂടുതൽ പ്രേക്ഷകരിൽ 2 പ്രേക്ഷകരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ എനിക്ക് പിന്നെ കിരणे കണ്ടുമുട്ടാനും അത് എന്നെ ഈ ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാനും നൽകിയതിനുള്ള വളരെ നന്ദിയും കടപ്പാടും ഞാൻ കിരണിനോട് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ കിരണിൻ്റെ കൂടെയുള്ള പ്രേക്ഷകരോടും ആ ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.